ഗുഡ് മോർണിംഗ് USA കാനഡ ആനന്ദ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക്. US ഇനി മുതൽ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് ഗ്രീൻ കാർഡ് വിസ ഉടമകളെ നാട് കടത്താനുള്ള പ്രധാന കുറ്റകൃത്യമായി പരിഗണിച്ചേക്കും. അത്തരക്കാർക്ക് നേരത്തെ ശിക്ഷ ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും പ്രൊട്ടക്ട് അവർ കമ്മ്യൂണിറ്റീസ് ഫ്രം DUA ആക്ട് എന്ന US പുതിയ ട്രംപിന്റെ നിർദ്ദിഷ്ട ബിൽ പ്രകാരം നാട് കടത്തൽ ശിക്ഷയ്ക്കുള്ള മറ്റൊരു വകുപ്പാകും. US കോൺഗ്രസ് ഇക്കഴിഞ്ഞ ജൂണിലാണ് ബിൽ പാസാക്കിയത്. വൈറ്റ് ഹൗസിന്റെ പൂർണ്ണ പിന്തുണയുള്ള ഈ ബിൽ സെനറ്റ് ഇപ്പോൾ അവലോകനം ചെയ്യുകയാണ്. വൈറ്റ് ഹൗസ് പിന്തുണയ്ക്കുന്ന ബിൽ അംഗീകരിക്കപ്പെട്ടാൽ കുറ്റകൃത്യത്തിന്റെ തീയതി പോലും പരിഗണിക്കാതെ ഒരു DUA പോയിന്റ് പോലുമുള്ള പൗരന്മാരില്ലാത്തവരെ നാട് കടത്താനോ പ്രവേശനം നിഷേധിക്കാനോ അധികൃതർക്കാവും. ഇന്ത്യൻ ഗ്രീൻ കാർഡിലും വിസ ഉടമകളിലും സ്വാധീനം ചെലുത്തിയേക്കാവുന്ന ഈ നടപടിയെക്കുറിച്ച് കുടിയേറ്റക്കാർ ഏറെ ആശങ്കയിലാണ്. മദ്യപിച്ച് വാഹനം ഓടിച്ചതായി കുറ്റക്കാരനെ കണ്ടെത്തിയില്ലെങ്കിൽ പോലും ഒരാൾ കുറ്റക്കാരനാണ് സമ്മതിക്കുന്ന കേസുകൾ ഉൾക്കൊള്ളുന്ന ബില്ലിന് നിയമപരമായ കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് ഇമിഗ്രേഷൻ അഭിഭാഷകർ മുന്നറിയിപ്പ് നൽകുന്നു. രാജ്യത്ത് നിന്ന് അനധികൃത കുടിയേറ്റക്കാരെ ഘട്ടം ഘട്ടമായി പുറത്താക്കാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രചരണത്തോടൊപ്പമാണ് ഈ നടപടി എന്നതും ശ്രദ്ധേയമാണ്. പോസ്റ്റൽ ഉരുപ്പടിയില്ലാത്ത അമേരിക്ക. പോസ്റ്റൽ ഉരുപ്പടികളെത്താത്ത ലോകത്തെ ഏക രാജ്യമായി അമേരിക്ക മാറുന്നു. ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളും US പോസ്റ്റൽ സർവീസുകൾ ഇതിനോടകം നിർത്തിവെച്ചു കഴിഞ്ഞു. ഇനി അമേരിക്കയിലേക്ക് പോസ്റ്റ് വഴി കത്തിടപാടുകളും സാധനങ്ങളും സമ്മാനങ്ങളും ഒക്കെ അയക്കുന്നവർ ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ താരിഫ് നിരക്കുകളും അറിഞ്ഞിരിക്കേണ്ടി വരും. അത് പ്രകാരമാകും നിങ്ങളുടെ രാജ്യത്ത് നിന്നും US ഇനിയുള്ള പോസ്റ്റൽ നിരക്കുകൾ. അമേരിക്കയിലേക്ക് ഇനി ആരും തപാൽ അയച്ചൊന്നും മെനക്കെടേണ്ട കാര്യമില്ല. അവിടുത്തെ പോസ്റ്റൽ സർവീസ് എല്ലാം നിർത്തലാക്കുകയാണ്. അമേരിക്ക നിർത്തുന്നതല്ല, ട്രംപ് താരിഫ് കൂട്ടി മറ്റ് ലോകരാജ്യങ്ങൾ അമേരിക്കയിലേക്ക് പോസ്റ്റ് വഴി സാധനങ്ങൾ അയക്കുന്ന തപാൽ ഉരുപ്പടികൾ അയക്കുന്നത് നിർത്തി. പോസ്റ്റൽ ഉരുപ്പടികൾ എത്താത്ത ലോകത്തെ ഏക രാജ്യമായി അങ്ങനെ അമേരിക്ക മാറുകയാണ്. ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളും US പോസ്റ്റൽ സർവീസുകൾ നിർത്തിവെച്ചു കഴിഞ്ഞു. ഇനി അമേരിക്കയിലേക്ക് പോസ്റ്റ് വഴി കത്തിടപാടുകളും സാധനങ്ങളും അയക്കുന്ന ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് നിരക്കുകൾ കൂടി അറിഞ്ഞിരിക്കേണ്ടി വരും, കാണാപ്പാഠം പഠിക്കേണ്ടി വരും. അത് പ്രകാരമാകും നിങ്ങളുടെ രാജ്യത്തെ പോസ്റ്റൽ സർവീസിൽ നിന്നും US പോസ്റ്റൽ നിരക്ക്. ആ തുക കിട്ടുന്നത് നിങ്ങളുടെ രാജ്യത്തിനുമല്ല, ട്രംപിനാണ്. എന്തായാലും US പാക്കേജുകൾ മെയിൽ ചെയ്യുന്ന ചെലവ് കുതിച്ചുയരാൻ പോവുകയാണ്. വിവിധ രാജ്യങ്ങളുടെ തപാൽ സേവനങ്ങൾ ഈ വർദ്ധിച്ച ചെലവ് വഹിക്കുകയോ അല്ലെങ്കിൽ തങ്ങളുടെ ഉപഭോക്താക്കളുടെ കയ്യിൽ നിന്നും വാങ്ങിയെടുക്കുകയോ വേണ്ടി വരും. $800 താഴെയുള്ള പാക്കേജുകൾക്കുള്ള ഇളവ് ഡൊണാൾഡ് ട്രംപ് തന്റെ സവിശേഷമായ ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ ജൂലൈയിൽ പിൻവലിച്ചിരുന്നു. അതിനുശേഷമാണ് ലോകമെമ്പാടുമുള്ള പോസ്റ്റൽ സേവനങ്ങൾ അമേരിക്കയിലേക്ക് മെയിലുകൾ അയക്കുന്നത് ആദ്യം ഒന്ന് കുറച്ചു, പിന്നെ നിർത്തിവെച്ചു. തിങ്കളാഴ്ചയായിരുന്നു വിവിധ ഏഷ്യൻ, യൂറോപ്യൻ, ആഫ്രിക്കൻ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള US അത്യാവശ്യം പോസ്റ്റൽ ഉരുപ്പടികൾ അവസാനമായി കൈകാര്യം ചെയ്ത ദിവസം. ട്രംപിന്റെ അടുത്ത ദൗത്യം കൊറിയൻ തമ്മിലടി തീർക്കുക. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായുള്ള ഉക്രൈൻ സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെ ഉത്തര കൊറിയയെ ആണവ നയതന്ത്ര ചർച്ചകളിൽ കുരുക്കിയിടാനാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ ശ്രമം. തന്റെ ആദ്യ പ്രസിഡന്റ് ടൈമിലെ പരാജയപ്പെട്ട ആണവ നയതന്ത്രം പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഈ വർഷം തന്നെ ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉന്നിനെ താൻ കാണാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചത്. ഭാവിയിൽ കിം ജോങ് ഉന്നുമായി കൂടിക്കാഴ്ച നടത്താൻ ആഗ്രഹിക്കുന്നു എന്ന് ട്രംപ് പ്രഖ്യാപിച്ചത് ദക്ഷിണ കൊറിയയിലെ US സൈനിക താവളത്തിന്റെ ഭൂമി ഏറ്റെടുക്കാനുള്ള ട്രംപിന്റെ നടപടി ദക്ഷിണ കൊറിയയുടെയും പ്രതിഷേധം വിളിച്ചു വരുത്തുകയാണ്. കിം ജോങ് ഉൻ തന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണെന്നാണ് ട്രംപിന്റെ വാദം. ഉക്രൈനിലും മിഡിൽ ഈസ്റ്റിലും ദീർഘകാലമായി നിലനിൽക്കുന്ന തർക്കങ്ങളിൽ സമാധാനം കൊണ്ടുവരാൻ ശ്രമിച്ച് ട്രംപ് പരാജയപ്പെട്ടെങ്കിലും ദക്ഷിണ കൊറിയയും ഉത്തര കൊറിയയും തമ്മിലുള്ള പതിറ്റാണ്ടുകൾ പഴക്കമുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒരേയൊരു വ്യക്തി US പ്രസിഡന്റ് മാത്രമാണെന്നാണ് ഇപ്പോൾ ദക്ഷിണ കൊറിയയുടെ പുതിയ പ്രസിഡന്റ് ലീ ജെങ് മ്യൂങ് പറയുന്നത്. മോർഗേജ് തട്ടിപ്പ് ആരോപണത്തിൽ രാജിവെക്കാൻ ആവശ്യപ്പെട്ട് കാത്തിരുന്ന ഫെഡറൽ റിസർവ് ഗവർണർ ലിസ കുക്കിനെ ഉടൻ പ്രാബല്യത്തിൽ വരുത്തി തൽസ്ഥലത്ത് നീക്കം ചെയ്തതായി ഡൊണാൾഡ് ട്രംപ്. ഇത് ചൂണ്ടിക്കാട്ടി ലിസ കുക്കിന് ട്രംപ് കത്തയക്കുകയും ചെയ്തു. തന്റെ പ്രാഥമിക വസതി എന്ന് തെറ്റിദ്ധരിപ്പിച്ച് രണ്ടാമത്തെ വസതിക്ക് മോർഗേജ് ലോൺ തരപ്പെടുത്തി എടുത്തു എന്നായിരുന്നു ലിസ കുക്കിനെതിരെ ട്രംപിന്റെ ഏറ്റവും അടുത്ത അനുയായി നൽകിയ ആരോപണം. തിങ്കളാഴ്ച രാത്രി ട്രംപ് ഈ കത്തിന്റെ പൂർണ്ണ രൂപം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ലിസ കുക്കിനെ ഗവർണർ സ്ഥാനത്ത് നീക്കാൻ അവർക്കെതിരെയുള്ള ആരോപണത്തിൽ മതിയായ കാരണം താൻ കണ്ടെത്തിയതായി ട്രംപ് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു. പ്രസിഡന്റ് ഇഷ്ടാനുസരണം സേവിക്കാത്ത അംഗങ്ങൾ എന്ന കാരണം ചൂണ്ടിക്കാട്ടി സ്വതന്ത്ര ഏജൻസിയായ US സെൻട്രൽ ബാങ്കിന്റെ ഗവർണർമാരെ ഒരു കാരണവുമില്ലാതെ പുറത്താക്കാൻ പ്രസിഡന്റ് അധികാരമില്ലെന്ന് ഇക്കഴിഞ്ഞ മെയ് മാസത്തിലാണ് സുപ്രീം കോടതി വിധിച്ചത്. ഇതിനെതിരായാണ് ട്രംപിന്റെ നീക്കങ്ങൾ. US ദേശീയ പതാക കത്തിച്ചാൽ കുറ്റക്കാർക്ക് തടവ്.
പ്രതിഷേധത്തിനിടെ അമേരിക്കൻ പതാകകൾ കത്തിക്കുന്ന വ്യക്തികൾക്കെതിരെ ക്രിമിനൽ കുറ്റം ചുമത്താൻ ഫെഡറൽ എക്സിക്യൂട്ടീവുമാർക്ക് നിർദ്ദേശം നൽകുന്ന ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിൽ ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു. നിലവിൽ യുഎസിൽ ദേശീയ പതാകകൾ കത്തിച്ച കേസുകൾ പരിശോധിച്ച് സമാധാനം തകർക്കുക, പരിസ്ഥിതി നിയമങ്ങൾ ലംഘിക്കുക തുടങ്ങിയ മറ്റു കുറ്റകൃത്യങ്ങൾക്കും അവർക്കെതിരെ വകുപ്പുകൾ ചുമത്താൻ കഴിയുമോ എന്ന് പരിശോധിക്കാൻ തിങ്കളാഴ്ചത്തെ ഉത്തരവ് യുഎസ് അറ്റോർണി ജനറൽ പാബ് ബോണ്ടിയോട് ആവശ്യപ്പെട്ടു. 1989 ടെക്സസ് വേഴ്സസ് ജോൺസൺ കേസിൽ പതാക കത്തിക്കൽ നിയമങ്ങൾ റദ്ദാക്കിയ സുപ്രീം കോടതി വിധിയെ മറികടക്കാനുള്ള ശ്രമമാണ് ട്രംപിന്റേത്. അന്നത്തെ ഒന്നാം ഭേദഗതി പ്രകാരം പതാക നശിപ്പിക്കുന്നത് രാഷ്ട്രീയ പ്രകടനങ്ങളുടെ അവകാശമാണെന്ന് കോടതി വിധിച്ചിരുന്നു. ആ കോടതി വിധി 48 സംസ്ഥാനങ്ങളിലെ പതാക കത്തിക്കൽ നിയമങ്ങൾ റദ്ദാക്കുകയും ആളുകൾക്ക് അവരുടെ രാഷ്ട്രീയ വീക്ഷണങ്ങൾ പ്രകടിപ്പിക്കാനുള്ള ഒരു മാർഗമായി ദേശീയ പതാക കത്തിക്കാൻ അവകാശമുണ്ടെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. മനുഷ്യനെ തിന്നുന്ന പരാതം അമേരിക്കയിലുമെത്തി. മുറിവിലൂടെ ശരീരത്തിലെത്തും. മാംസം തുളച്ച് മുന്നേറും. ഹോളിവുഡ് സിനിമകളിൽ ഇത്തരത്തിൽ ഏറെ രംഗങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും അത്തരമൊരു മാംസം തീനി ഉണ്ടെന്ന് യുഎസിൽ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. അതും മനുഷ്യനെ പടിപടിയായി തിന്നുകൊല്ലുന്ന സ്ക്രൂവേം. അമേരിക്കയിൽ കഴിഞ്ഞ 50 വർഷത്തിനിടെ ആദ്യമായി മാംസം ഭക്ഷിക്കുന്ന സ്ക്രൂവേം പരാതബാധ ഒരു മനുഷ്യനിൽ സ്ഥിരീകരിച്ചു. മേരിലാൻഡിലാണ് ഈ പരാതബാധ സ്ഥിരീകരിച്ചത്. എൽ സൽവഡോറിൽ നിന്നും അടുത്തിടെ മടങ്ങിയെത്തിയ വ്യക്തിയിലാണ് മാംസം ഭക്ഷിക്കുന്ന പരാതത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്. യുഎസ് സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷനാണ് ഈ പരാതബാധ സ്ഥിരീകരിച്ചത്. സ്ക്രൂവേം യഥാർത്ഥത്തിൽ ഒരു പുഴുവല്ല, മറിച്ച് ന്യൂ വേൾഡ് സ്ക്രൂവേം എന്ന ഈച്ചയാണ്. ഇതിന്റെ ലാർവകൾ ജീവജാലങ്ങളുടെയും അപൂർവ സന്ദർഭങ്ങളിൽ മനുഷ്യരുടെയും മാംസം ഭക്ഷിക്കുന്നുണ്ട്. തുറന്ന മുറിവുകളിലൂടെയാണ് ഇവ ശരീരത്തിനുള്ളിലെത്തുന്നത്. പരാതബാധിതനായ യുവാവിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ CDC പുറത്തുവിട്ടിട്ടില്ല. മൃഗങ്ങളിൽ പരാതബാധ ഉണ്ടാകുന്നത് ഗുരുതരമായ സ്ഥിതിവിശേഷം അമേരിക്കയിൽ ഉണ്ടാക്കുമെന്നാണ് സൂചന. കന്നുകാലി വളർത്തലിന് ഏറെ പ്രത്യാഘാതമുണ്ടാക്കും. ഇറച്ചി വിൽപ്പനക്കാർക്കും കന്നുകാലി വളർത്തുകാർക്കും ഇതിനകം തന്നെ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. രാജ്യത്തെ കന്നുകാലി വളർത്തലിന്റെ കേന്ദ്രമായ ടെക്സസിൽ മാത്രം $1.8 ബില്യൺ നഷ്ടമുണ്ടാകും ഇതിലൂടെ എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. ബാൾട്ടിമോർ ഹാസ്യനടൻ റെജിന ഡ്രഗിക്ക് ആദരാഞ്ജലി. വടക്കൻ മിസിസിപ്പിയിൽ വെച്ച് വെടിയേറ്റ ബാൾട്ടിമോർ ഹാസ്യനടൻ റെജിന ഡ്രഗി കരോൾ അന്തരിച്ചു. 82 വയസ്സായിരുന്നു. ഓഗസ്റ്റ് 20 മിസിസിപ്പിയിലെ ബാട്ടൺ ലൈനിൽ നടന്ന വെടിവയ്പ്പിൽ നേടുന്നതിനിടെയാണ് അദ്ദേഹത്തിന് ഗുരുതരമായി വെടിയേറ്റത്. ടെന്നസിയിലെ മെംസിനടുത്തുള്ള ഒരു ആശുപത്രിയിൽ അടിയന്തര ചികിത്സയ്ക്ക് വിധേയനാക്കിയെങ്കിലും മരണമടയുകയായിരുന്നെന്ന് സൗത്താമിലെ പോലീസ് പറഞ്ഞു. കരോളിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ട്രാനൽ മാർക്കിസ് വില്യംസ് എന്നയാളെ അറസ്റ്റ് ചെയ്തതായും ജയിലടച്ചതായും പോലീസ് അറിയിച്ചു. ChatGPT ചതിച്ചു. യുഎസിൽ വയോധികന് മാനസിക നില തെറ്റി. നിർദ്ദിഷ്ട ഭക്ഷണം പൂച്ചയ്ക്കുള്ളതായിപ്പോയി. ഇതിൽ നിന്നും വിഷബാധയേറ്റ് മാനസിക നില തകരാറിലായി വാഷിംഗ്ടണിലെ ഒരു 60-കാരൻ. ഒടുവിൽ മാനസിക നില തകരാറിലായ ആ വയോധികനെ രക്ഷിച്ചത് ഡോക്ടർമാരാണ്, അല്ലെങ്കിൽ അയൽവാസി ജയിലിലായി പോയനെ. അയൽവാസി വിഷം നൽകിയെന്ന് ആരോപിച്ചാണ് 60-കാരൻ വാഷിംഗ്ടണിലെ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയത്. ഉപ്പിന് പകരമായി സോഡിയം ബ്രോമൈഡ് നിരന്തരം ഉപയോഗിച്ചതാണ് ഈ 60-കാരന്റെ മാനസിക നില തകരാറിലാക്കിയത്. ഡോക്ടർമാരുടെയോ ന്യൂട്രീഷൻ വിദഗ്ധരുടെയോ സഹായമില്ലാതെ ChatGPT വഴിയായിരുന്നു അദ്ദേഹം ഡയറ്റ് പ്ലാൻ തയ്യാറാക്കിയിരുന്നത്. അയൽവാസി കൊല്ലാൻ വന്നുവെന്ന് ആരോപിച്ച് അത്യാഹിത വിവാദത്തിൽ ബഹളം വെച്ച വയോധികനെ പാടുപെട്ടാണ് നിയന്ത്രിച്ചത്. ChatGPTയുടെ സഹായത്തോടെ സ്വന്തമായി ജലം ശുദ്ധീകരിച്ചായിരുന്നു വയോധികൻ ഉപയോഗിച്ചിരുന്നത്. രക്തത്തിൽ ബ്രോമൈഡിന്റെ സാന്നിധ്യം ഏറെ കണ്ടതോടെ ശരീരത്തിലും വിഷമെത്തിയെന്ന് ഡോക്ടർമാർക്ക് വ്യക്തമായി. ആരോഗ്യം മെച്ചപ്പെടുത്താൻ ശ്രമത്തിന്റെ ഭാഗമായി സോഡിയം ക്ലോറൈഡിന് പകരം വയോധികൻ ഉപയോഗിച്ചിരുന്നത് ദിവസങ്ങൾ നീണ്ട പരീക്ഷണത്തിലൂടെ ബ്രോമൈഡ് ആണെന്നും കണ്ടെത്തി. നായകൾക്കും പൂച്ചകൾക്കും മരുന്ന് രൂപത്തിലാണ് ബ്രോമൈഡ് നൽകാറുള്ളത്. നേരത്തെ ChatGPTയുടെ 5 വെർഷൻ അവതരിപ്പിച്ച സമയത്ത് വിവരങ്ങൾ അറിയാനുള്ള പ്രാഥമിക ഇടമായി അതിനെ ആശ്രയിക്കരുതെന്ന് ChatGPT തലവനും വൈസ് പ്രസിഡന്റുമായ നിക് ടർലി മുന്നറിയിപ്പ് നൽകിയിരുന്നു. കവർച്ചയ്ക്കെത്തി വീട്ടുടമസ്ഥരെ വെടിയേറ്റ് 2 പേർ കൊല്ലപ്പെട്ടു. തെക്ക് കിഴക്കൻ ഹൂസ്റ്റണിൽ നടന്ന വീട്ടു കവർച്ചാ ശ്രമത്തിൽ 2 കച്ചവടക്കാർ വീട്ടുടമസ്ഥരെ വെടിയേറ്റ് കൊല്ലപ്പെട്ടു. പോലീസ് ഉദ്യോഗസ്ഥരെന്ന് വേഷം ധരിച്ചെത്തിയ സംഘമാണ് കവർച്ചയ്ക്ക് ശ്രമിച്ചത്. വെടിവയ്പിൽ വീട്ടുടമസ്ഥർക്ക് പരിക്കില്ല. ഹൂസ്റ്റൺ പോലീസ് ഡിപ്പാർട്ട്മെന്റാണ് ഇത് സംബന്ധിച്ച വിവരം പുറത്തുവിട്ടത്. വെള്ളിയാഴ്ച രാത്രി 11 മണിയോടെ ബെർണോളിന്റെ 4800 ബ്ലോക്കിലാണ് ഈ സംഭവം. അറസ്റ്റ് വാറണ്ട് എന്ന് പറഞ്ഞ് 2 പേർ വീട്ടിലെത്തുകയായിരുന്നു. അവർ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റും സ്കീ മാസ്കും ബാഡ്ജും ധരിച്ചിരുന്നു. വീട്ടിനുള്ളിലേക്ക് അതിക്രമിച്ച് കയറാൻ ശ്രമിച്ചതോടെ വീട്ടുടമസ്ഥർ തിരികെ വെടിവെച്ചു. ആക്രമണത്തിൽ 2 പ്രതികളും സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു വീണു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കോസ്റ്റയെ കൈവിടാൻ കൊക്കക്കോള. ലോകത്തെ ഏറ്റവും വലിയ ശീതളപാനീയ കമ്പനിയായ കൊക്കക്കോള തങ്ങളുടെ ബ്രിട്ടീഷ് കോഫി ശൃംഖലയായ കോസ്റ്റയെ വിൽക്കാൻ ഒരുങ്ങുന്ന റിപ്പോർട്ട്. $5 ബില്യൺ അധികം മുടക്കി 2018 കൊക്കക്കോള സ്വന്തമാക്കിയ കോസ്റ്റയെ വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില സ്വകാര്യ ഇക്വിറ്റി സ്ഥാപനങ്ങളുമായി പ്രാഥമിക ചർച്ചകൾ നടത്തിയ റിപ്പോർട്ടുണ്ട്. അമേരിക്കൻ ഫുഡ് കമ്പനികൾ ആരോഗ്യപരമായ ഉൽപ്പന്നങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നാവശ്യപ്പെട്ട് US ആരോഗ്യ സെക്രട്ടറി റോബർട്ട് F. കെന്നഡി ജൂനിയർ പ്രഖ്യാപിച്ച മേക്ക് അമേരിക്ക ഹെൽത്തി അഗൈൻ ക്യാമ്പയിൻ കൊക്കക്കോളയുടെ ഈ നീക്കത്തിന് പിന്നിലെ പ്രചോദനമാണെന്ന് കരുതുന്നു. ഇതിന്റെ ഭാഗമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കൊക്കക്കോളയും തമ്മിൽ നടത്തിയ ചർച്ചയിൽ
US കരിമ്പ് പഞ്ചസാര മാത്രം കൊക്കക്കോള ഉൽപ്പന്നങ്ങളിൽ ഉപയോഗിക്കുമെന്നും ധാരണയെത്തിയിരുന്നു. ലോകത്തെ 50 രാജ്യങ്ങളിൽ കോസ്റ്റ കോഫിക്ക് സാന്നിധ്യമുണ്ട്. ബ്രിട്ടനിലെ മെർലിൻഡുമായി 2700-ലധികം ശാഖകളും ലോകമെമ്പാടുമായി 1300-ലധികം ശാഖകളും കോസ്റ്റയ്ക്കുണ്ട്. ആരോഗ്യപരമായ പാനീയങ്ങളുടെ വിപണിയിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കാനും സ്റ്റാർബക്സ്, നെസ്ലെ തുടങ്ങിയ ഭീമന്മാരുമായി മത്സരിക്കാനും ലക്ഷ്യമിട്ടാണ് 6 വർഷം മുമ്പ് കൊക്കക്കോള കോസ്റ്റ ഏറ്റെടുത്തത്. US അതിർത്തിയിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ പരിശോധനയിൽ വർധനവുണ്ടായ റിപ്പോർട്ട്. യാത്രക്കാരുടെ ഫോണുകളും കമ്പ്യൂട്ടറുകളും ഉൾപ്പെടെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ US കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നത് വർദ്ധിച്ചു. 2025 ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള കാലയളവിൽ 14,899 ഉപകരണങ്ങളാണ് ഇങ്ങനെ പരിശോധിച്ചത്. 2018 ശേഷമുള്ള ഏറ്റവും വലിയ വർധനവ്. ഈ കാലയളവിൽ ഇരട്ടിയോളം വർധനവുണ്ടായെന്നാണ് കണക്കുകൾ. US കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ വെബ്സൈറ്റ് പറയുന്ന പ്രകാരം 400 ദശലക്ഷം യാത്രക്കാരിൽ 0.01% പേരുടെ ഉപകരണങ്ങൾ മാത്രമാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. ഇതിൽ 78% പേരും അമേരിക്കൻ പൗരന്മാരല്ല. പരിശോധനകൾ ഭീകരവാദം, മനുഷ്യക്കടത്ത് തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ കണ്ടെത്താൻ സഹായിക്കുമെന്നാണ് CBPയുടെ വാദം. ഗുഡ് മോർണിംഗ് USA കണ്ട് അവസാനിക്കുന്നു. നമസ്കാരം.